എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒരാൾ എന്നോട് പറഞ്ഞു കുറച്ച് കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഇട്ടൂടെ എന്ന്. എൻ്റെ വീട്ടിൽ അമ്മ സ്കൂൾ ഹെഡ് മിസ്ട്രസ് ആയിരുന്നത് കൊണ്ട് ധാരാളം പാചക പരീക്ഷണങ്ങൾ ചെയ്യുന്നത് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. വീട്ടിലെ ജോലി, സ്കൂൾ ഉത്തരവാദിത്തങ്ങളെല്ലാം തലയിൽ വെച്ചുകൊണ്ട് ഓടുന്നതിനിടയ്ക്ക് കുക്കിംഗ് ഒരു ഭാരവുമാണ്, എന്നാൽ ഒഴിവാക്കാനും പറ്റില്ല. എന്നാൽ കുക്കിംഗ് എന്നെ സംബന്ധിച്ചിടത്തോളം ഐ ഡോണ്ട് വാണ്ട് ടു സ്പെൻഡ് മൈ ലൈഫ് ഇൻ കിച്ചൺ അങ്ങനെ തന്നെയാണ്. എന്നാൽ ജീവൻ നിലനിർത്താൻ ആവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുക എന്നതാണ് എൻ്റെ ഒരു രീതി. എനിക്കിഷ്ടമുള്ള വിഭവങ്ങളൊക്കെ പുറത്ത് കിട്ടുന്നത് വാങ്ങി കഴിക്കും. കൊതി വരുന്നവ പുറത്ത് കിട്ടാത്തവ ഞാൻ എൻ്റെ കിച്ചണിൽ ഉണ്ടാക്കി കഴിക്കും. ഞാൻ ഉണ്ടാക്കുന്നത് കൊണ്ട് കുറച്ച് ഉപ്പ് കൂടിയാലും മുളക് കുറഞ്ഞാലും പഞ്ചസാര കുറഞ്ഞാലും ഒന്നും എനിക്ക് പ്രശ്നമില്ല. ഞാൻ വളരെ സംതൃപ്തിയാണ് എൻ്റെ കുക്കിങ്ങിൽ. എന്നാൽ മറ്റൊരാൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയാണെന്ന് വെച്ചാൽ കുറച്ച് മെനക്കെടണം. മറ്റൊരാൾ നമ്മളെപ്പോലെ അത് എടുക്കണമെന്നില്ലല്ലോ. എൻ്റെ വീട്ടിലും എനിക്കും വളരെ സാറ്റിസ്ഫൈങ് ആണ് എൻ്റെ കുക്കിംഗ്. എന്നാൽ എൻ്റെ ലൈഫ് മുഴുവനും ട്രഡീഷണൽ അമ്മമാരെ പോലെ അടുക്കളയിൽ ചെലവഴിക്കുവാൻ ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. എന്ന് വെച്ചാലും നമുക്ക് സർവൈവ് ചെയ്യാനുള്ള എല്ലാ കുക്കിംഗ് ടിപ്സും നമ്മൾ പഠിച്ചിരിക്കും. കൂടുതൽ റെസിപ്പീസ് ഇന്റർനെറ്റ് നോക്കി തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ പരമ്പരാഗതമായ കുക്കിംഗ് റെസിപ്പീസ് ഒക്കെ ഡെയിലി കുക്കിങ്ങിൽ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്യും. എന്നാൽ എനിക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ ഇഷ്ടം എൻ്റെ വീട്ടിൽ ഉണ്ടാക്കാത്ത കാര്യങ്ങൾ തന്നെയാണ്. മറ്റു കമ്മ്യൂണിറ്റികളുടെയും മറ്റു മതസ്ഥരുടെയും മറ്റു സ്ഥലക്കാരുടെയൊക്കെ വിഭവങ്ങളാണ് ഞാൻ ഈ ഇൻ്റർനെറ്റ് നോക്കി കണ്ടുപിടിച്ച് ചെയ്യുന്നത്. അതിൽ തമിഴ്, തെലുഗു കുക്കിംഗ് റെസിപ്പീസ്, അതുപോലെ ഉന്നക്കായ അങ്ങനെയുള്ള റെസിപ്പീസ് ഇതൊക്കെ ഞാൻ എടുത്തു നോക്കി ചെയ്യാറുണ്ട്. എനിക്ക് കൂടുതലും നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡ് അത് തന്നെയാണ് ഇഷ്ടം. അതുപോലെ ഓണസദ്യ ഞാൻ ഉണ്ടാക്കാറുണ്ട് മെനക്കെട്ട്. കാരണം നമ്മുടെ വീട്ടിൽ ഓണസദ്യ ഉണ്ടാക്കുമ്പോൾ നമ്മുടേതായ രീതിയിൽ ഉണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങളും ഒന്നും ഉണ്ടാക്കത്തില്ല. എന്നാൽ ഇറച്ചി മീനും ഒക്കെ കാണും. കാരണം നമ്മൾ അന്നേരമാണ് ഗെറ്റ് ടുഗദർ നടത്തുന്നത്. പക്ഷേ ഞാൻ ഓണസദ്യ ഉണ്ടാക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കാത്ത എല്ലാ വിഭവങ്ങളും ഒക്കെ നെറ്റിൽ നോക്കി അതിൻ്റെ റെസിപ്പി നോക്കി ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ പാചക പരീക്ഷണങ്ങൾ. എന്നാൽ ഡെയിലി അത്യാവശ്യം തട്ടിക്കൂട്ട് ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കാറുള്ളൂ. എന്നാൽ കുക്കിംഗ് എന്ന് പറയുന്ന ഒരു ഭാരിച്ച സംഭവമായിട്ട് എനിക്ക് എൻ്റെ ലൈഫിൽ കൊണ്ടുപോകാൻ ഒട്ടും താല്പര്യമില്ല. ഇത് ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയത് ഒരു ചിക്കൻ സ്റ്റാർട്ടർ, പിന്നെ ഭട്ടൂര ഉണ്ട്, പിന്നെ എഗ് ഉണ്ട്, പൂരി, അങ്ങനത്തെ കുറച്ച് വിഭവങ്ങൾ. ഇത് പിടിയാണ്, പിടിയും കോഴി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അത് കുറച്ച് തേങ്ങയൊക്കെ ഇട്ടത്. ഇത് ഉപ്പുമാവ്, പപ്പടം, എഗ്ഗ്, പിന്നെ ഇത് ഫ്രൈഡ് റൈസാണ്, എഗ് ഫ്രൈഡ് റൈസാണ്. ഇത് ബനാന ബ്രെഡാണ് ഉണ്ടാക്കിയത്, പക്ഷെ കുറച്ചുകൂടി അത് പഫി ആവാനുണ്ടായിരുന്നു. ഇത് പ്ലം കേക്ക്, ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ഉണ്ട്, ഇട്ടിട്ടുണ്ട്. ഇത് ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കനാണ്. ഇത് ക്രിസ്മസിന് വേണ്ടി ഉണ്ടാക്കിയതാണ്, ബീഫ്, കപ്പ, ഫ്രൈഡ് റൈസ്. ഇത് മീറ്റ് ബോൾസിൻ്റെ കറിയാണ്. ഇത് ബട്ടർ സ്കോച്ച് പായസമാണ്. ബട്ടർ സ്കോച്ച് പായസവും ബോളി, നമ്മൾ പാൽപ്പായസത്തിൽ മുക്കി കഴിക്കുന്ന ബോളി. ഇതൊക്കെ റെഗുലർ ലൈക്ക് ഓണം വിഭവങ്ങളാണ്. ഇത് ഓഫീസിൽ നിന്ന് അയച്ചു തന്ന ദീപാവലി സ്വീറ്റ്സാണ്, ഞാൻ ഉണ്ടാക്കിയതേ അല്ല, അത് കണ്ടറിയാൽ. ഇതെൻ്റെ ഒരു ഫ്രണ്ട് അയച്ച ഫോട്ടോയാണ്, അവൾ ഡെക്കറേറ്റ് ചെയ്തത്.